എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, മുലപ്പാലില്ല, അതുകൊണ്ട് കൊടുക്കാൻ വെറും ചൂടുവെള്ളം മാത്രം. സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിലെ ഒരവസ്ഥയാണ് ഈ പറഞ്ഞു വരുന്നത്. നമ്മുടെ ഇവിടെ ഒരു പട്ടികജാതി പട്ടികവർഗ വികസന മന്ത്രിയുണ്ട്, ഇല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനെ പല രീതിയിൽ പല ആളുകളൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് SC/ST എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ ആ ഒരു വിഭാഗം മന്ത്രി തിരിഞ്ഞു നോക്കാത്ത ഒരു കുടുംബത്തെ കുറിച്ചിട്ടാണ്. ഭാരക്കുറവുമായിട്ടാണ് ഒരു ഇരട്ട കുഞ്ഞുങ്ങളെ, ഒരു ആദിവാസി ദമ്പതികള്, അവർക്ക് ഒരു ഇരട്ട കുഞ്ഞുങ്ങളുണ്ടായി, അവർക്ക് ഭാരക്കുറവുണ്ട്. സ്വാഭാവികമായിട്ടും ആ സമയത്ത് തന്നെ മുലപ്പാലൊന്നും ആ സ്ത്രീക്ക് ഉണ്ടാവണമെന്നില്ല. അതുമായി ബന്ധപ്പെട്ട എന്തിനു കൃത്യമായിട്ടുള്ള ചില സംഗതികളും മറ്റും അവർക്ക് നൽകണം. ലാക്ടോജൻ സംതിങ് ലൈക്ക് ഐ തിങ്ക് സോ, അതൊക്കെ അവർക്ക് നൽകണം. ഇത് നൽകാൻ വേണ്ടി അവരുടെ കയ്യിൽ പൈസ ഇല്ല. ആദിവാസികളാണ്, അവരുടെ കയ്യിൽ പണമില്ല. അപ്പൊ അത് സഹായിക്കേണ്ടത് ആരാണ്? ഒരു സംശയം വേണ്ട, SC/ST വകുപ്പിന് ഒരു കുടുംബത്തെങ്കിലും നോക്കാനുള്ള ഒരു കഴിവില്ല. അതോ സ്വന്തം കീശ വീർപ്പിക്കാൻ, സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ടാണോ ഇങ്ങനത്തെ ഒരു വിഭാഗം ഉള്ളതെന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. എന്റെ സുഹൃത്തുക്കളെ, പരമ കഷ്ടം എന്നല്ലാതെ വേറൊന്നും ഇതിൽ നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. നോക്കൂ, ഗർഭകാലത്ത് ആവശ്യമായ സഹായം നൽകാതെ SC/ST വകുപ്പ് ഗർഭിണികൾക്ക് മാസം തോറും നൽകേണ്ട 2000 രൂപ ധനസഹായവും നൽകിയിട്ടില്ല. അതും മുടങ്ങി എന്നർത്ഥം. അതും മുടങ്ങി. ഇനി നിങ്ങൾക്ക് ആ വാർത്ത ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോണ്ടല്ലോ ഇങ്ങനത്തെ സംഗതിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് പോലും നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. വാർത്ത കേട്ടോളൂ. നമ്മള് ഇപ്പൊ അഞ്ജു, അതുപോലെ തന്നെ പേരെന്തോരുന്നു, അതുപോലെ തന്നെ പേരെന്തോരുന്നു, സുനിൽ, ഇവര് രണ്ട് നമ്മൾ ഇന്നലെ കണ്ടിരുന്നല്ലോ. ഇപ്പൊ അവര് ദയനീയമായിട്ടുള്ള ഒരവസ്ഥയൊക്കെ ഇവിടെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് കൈരളി ന്യൂസ് ഉൾപ്പെടെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പതേ ഇവിടെ പിന്നെ SC പ്രൊമോട്ട്, ഞാൻ പറയട്ടെ, ഈ കൈരളി ന്യൂസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് ഒരു വാർത്ത അല്ലാത്ത രീതിയിൽ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. ഒരുപക്ഷെ കൈരളി ന്യൂസ് മാത്രമായിരിക്കും ഇത്തരം ആരും പരിഗണിക്കാത്ത, ആരും വില കൽപ്പിക്കാത്ത ചില ആളുകളുടെയൊക്കെ വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഇത് വാർത്തയാണോ എന്ന് പോലും ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും. അത്തരം ആളുകളോട് എനിക്ക് കൈകൂപ്പി നല്ല നമസ്കാരം പറയാതെ വേറൊന്നും പറയാനില്ല. ഇത് കാണ്. റസിയ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് എന്തൊക്കെയാ ഈ കിറ്റിനകത്തുള്ള? ഹോർലിക്സ് ഉണ്ട്, പഞ്ചസാരയുണ്ട്, തേയില, പയറ്, കടല, 10 കിലോ അരി, വെളിച്ചെണ്ണ, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഇതിന്റെ അകത്ത് ഞാൻ എക്സ്പയറി ഡേറ്റ് നോക്കിയപ്പോഴത്തേക്കിന് 2 എണ്ണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാണ്. അപ്പൊ അത് എങ്ങനെയുണ്ട്? 2 സാധനം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് കൂടിയാണ് നമ്മുടെ SC/ST വകുപ്പ് ഈ പാവങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പോഴും ആ കുഞ്ഞിന് മുലപ്പാലില്ലാത്ത ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളും മറ്റും ഇപ്പോഴും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. എന്തിനാണ് ഇത്തരത്തിലൊരു വകുപ്പ്? SC/STക്കാരുടെ കാര്യങ്ങൾ മാത്രം നോക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊരു ഭാഗത്തേക്ക് അവർക്ക് തിരിയണ്ടെന്നേ. ST/ST വിഭാഗക്കാരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ട്, അവരുടെ ധനസഹായത്തെക്കുറിച്ചിട്ട്, അവരുടെ ജീവിത ഉന്നമനത്തെക്കുറിച്ച് മാത്രം ഇവർ പരിഗണിച്ചാൽ മതി. വേറൊരു ഭാഗത്തേക്ക് ഇവർ തിരിയുകയേ വേണ്ട. എന്നിട്ടും ഈ ഒരു കുടുംബത്തെ പോലും കണ്ടില്ല, മനസ്സിലാക്കിയില്ല എന്ന് പറയുമ്പോഴോ, വാർത്ത വന്നിട്ട് പോലും ഇത് പ്രതികരിച്ചില്ല എന്നൊക്കെ പറയുമ്പോഴോ, പാത്തറ്റിക്. ബാക്കിയുള്ളതും കൂടെ കേൾക്കേണ്ടി വരും. അപ്പൊ അത് വെച്ചിട്ടില്ല ഞാൻ. അതെന്തൊക്കെയായിരുന്നു എക്സ്പയറി ഡേറ്റ്? എക്സ്പയറി ഡേറ്റ് ഒരു മുളക് പൊടി, ഒരു മല്ലിപ്പൊടി മാത്രമേ ഉള്ളൂ, 100-ന്റെ. ഇത് എപ്പോഴാ റസിയക്ക് ഈ കിറ്റ് കിട്ടിയത്? വൈകുന്നേരമാണ് ഇത് കിട്ടുന്നത്. ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് തന്നോ? ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് വിളിച്ചു പറഞ്ഞു. വൈകുന്നേരം ആയതുകൊണ്ട് അത്രയും ത്രിവേണിച്ചെന്ന് ഞാൻ എടുത്തു. എനിക്ക് ലാസ്റ്റ് ബസ് 6:15 6:15 കറക്റ്റ് വണ്ടി എടുക്കുന്ന സമയത്താണ് ഞാൻ വന്ന് കയറിയത്. അതിനുശേഷം എനിക്ക് ഇങ്ങോട്ട് വരാൻ വണ്ടിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞത് ഇത് അവിടെ കൊണ്ട് എത്തിക്കുക എന്നതാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം കൊണ്ടെത്തിക്കാനാണ് പറഞ്ഞത്. ഇന്നലെ അതിന് നല്ല മഴയായിരുന്നു, ഇവിടെ കയറി വരാൻ പറ്റത്തില്ല. ഞാൻ വന്നപ്പോൾ 8:30 അപ്പോഴേക്കും എനിക്ക് രാവിലെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ്. ഇവർക്ക് ഈ പാൽപ്പൊടി ഉൾപ്പെടെയുള്ളത് കിട്ടിയില്ല എന്നുള്ളതായിരുന്നു പരാതി. അത് ST പ്രൊമോട്ടർ അത് എത്തിച്ചില്ല. ST പ്രൊമോട്ടറിന് സ്വന്തമായി ഇത് നിർമ്മിക്കാനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന് ഗവൺമെന്റ് തലത്തിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ ST പ്രൊമോട്ടറിന് ചെയ്യാനൊക്കത്തുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതിപ്പം ഇവര് വന്നത് എപ്പോഴാന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവര് ബില്ലുകൾ കുറെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ SITയിൽ കുറെ ബില്ലുകൾ മാറാനുണ്ട്. അത് ഞാൻ അപ്പോഴേ പറഞ്ഞത് കൊണ്ടുതരണം, അല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കയറി വരാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇവര് വന്നിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല. ഇവരിവിടെ അല്ലായിരുന്നു താമസം. എന്തായാലും ഇതാ ഈ ക്രൂരത അച്ഛൻ കോവിലിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഭാരക്കുറവായി ജനിച്ച ഇരട്ട കുഞ്ഞുങ്ങൾക്ക് 3-ാം ദിനത്തിലും പാൽപ്പൊടി അടക്കമുള്ള ആ കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന പാൽപ്പൊടി അടക്കമുള്ള സംഗതി കൊടുത്തിട്ടില്ല. ST പ്രൊമോട്ടർ ആദിവാസി ദമ്പതികൾക്ക് മഴക്കെടുത്തി കിറ്റ് നൽകിയത് കാലാവധി കഴിഞ്ഞ
കഴിഞ്ഞ് 2 പാക്കറ്റുകൾ എടുത്തു മാറ്റിയ ശേഷം എന്നതാണ് ഇതിപ്പോൾ വാർത്ത വന്നിരിക്കുന്നത്. ഇതാണ് സുഹൃത്തുക്കളെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എന്ന് പറയുന്നത്. ഒരു മാസം കഴിഞ്ഞപ്പോൾ മാറ്റങ്ങൾ അതിഭീകരമായിട്ട് വലിയ വലിയ മാറ്റത്തിലേക്ക് കിടക്കുകയാണ്. ഒരു ഗർഭിണികളുടെ കാര്യം പോലും നോക്കാൻ നമ്മുടെ ഈ ഒരു ഗവൺമെന്റിലെ ഡിപ്പാർട്ട്മെന്റ് സാധിക്കുന്നില്ലാത്തൊരവസ്ഥയിലേക്ക്, അവരുടെ ഗർഭകാലത്ത് കൊടുക്കേണ്ട 2000 രൂപ പോലും കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് സംഗതികളൊക്കെ മാറിയിരിക്കുന്നു. എനിക്ക് പോവായിരുന്നു. പക്ഷേ ഇപ്പൊ കുഞ്ഞു പ്രായമായതുകൊണ്ട് 2 പേരെ നോക്കാൻ ഭയങ്കര പാടാ. അതുകൊണ്ടാണ് അണ്ണന് ജോലിക്ക് പോലും പോവാൻ പറ്റാത്ത സ്ഥിതിയാണ്. അമ്മയുണ്ട്, പക്ഷെ അവർക്ക് വയ്യാത്തതായോണ്ട് കണ്ണൊന്നും കാണത്തൊന്നുമില്ല. അതുകൊണ്ടാണ് പറ്റാത്തത്. വീട് ഞങ്ങക്ക് ഇവിടെ വീടില്ല. ഞങ്ങള് 3 വർഷമാവുന്നു കല്യാണം കഴിച്ചിട്ട്. പക്ഷെ ഞങ്ങക്ക് ഇതുവരെ വീടിന്റെ അതൊന്നും കിട്ടിയിട്ടില്ല. കിട്ടൂല, അതൊന്നും കിട്ടില്ല. പോട്ടെ, എന്തിലൊക്കെ ആവട്ടെ. എന്തിലൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് മാത്രം അതിനെ തള്ളി നിർത്താന്ന് പറയാൻ പറ്റില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിലെ എന്താ പറയുക, വി ഡി സതീശൻ അധികാരത്തിൽ കയറിയ ശേഷം ഉണ്ടായ മാറ്റങ്ങളിൽ ഒരു വലിയ മാറ്റമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള മാറ്റങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ ശ്രമം നടത്താം. അപ്പൊ അതുവരേക്കും ബൈ.